കാത്തിരുന്ന് മടുത്തു. ഡോണ്ട് ബി സില്ലി. കാത്തിരിപ്പ് മരുപ്പച്ചയാണ്. നമുക്കേത് പ്രശ്നത്തിനും ഉത്തരമുണ്ട്, വിധി. യു ഗോ ഹെഡ്. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ വാനശാലയുടെ വാർഷികം കേമാവില്ല. അതിന് വെളിയിറങ്ങി കാശ് പിരിക്കണം. ചുമ്മാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന സേഠിച്ചിയുടെ കാറ് വരുന്നുണ്ടല്ലോ. ഹലോ ഗൈ, തേടിയ വള്ളി കാലിൽ ചുറ്റി. നമ്മുടെ സേഠിയുടെ കാറാണ് വരുന്നതെന്ന് തോന്നുന്നു. നിർത്തിക്കളയാം. നമസ്കാരം സേഠ്ജി. നമസ്കാരം. ഒരു കാര്യം, ഇത് എന്റെ ശിഷ്യനാ. ജോലി ആയിട്ടില്ല. ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിരിക്കുക. സേഠ്ജി അവനൊരു ജോലി കൊടുക്കും. ജോലി? ഈ കാലത്ത് ആരും ജോലിയില്ലാതെ നടക്കരുത്. എന്നാൽ സേഠ്ജി തന്നെ ചന്ദ്രൻ ഒരു ജോലി കൊടുക്കും. മുൻഷി സാറ് പറഞ്ഞിട്ടല്ലേ? വറു മിസ്റ്റർ ചന്ദ്രൻ, നമ്മുടെ ഗോഡൌണിൽ ഒരു അക്കൗണ്ട് ജോബ് തരാം. ശരി. നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ വായനശാലയുടെ ആനിവേഴ്സറി അടുത്ത്. സേഠ്ജി എന്തെങ്കിലും സംഭാവന തന്ന് ഞങ്ങളെ സഹായിക്കണം. ഒരു നല്ല കാര്യമാണ്, നന്നായി ആഘോഷിക്കണം. അതിന് പറയൂ, എന്തിനു മടിക്കണം? ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ വിളിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ രാഷ്ട്രപതിയെ കൊണ്ടുവരണം. അത് നടപ്പുള്ള കാര്യമാണോ സേഠ്ജി? എന്തുകൊണ്ട് നടക്കില്ല? നടക്കും, സേഠ്ജി വിചാരിച്ച. ഞാനല്ല, നിങ്ങൾ ചെറുപ്പക്കാർ ശ്രമിക്കണം. നടക്കാൻ പോകുന്ന വല്ല കാര്യമുണ്ടെങ്കിൽ പറയാ സേഠ്ജി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾക്ക് പ്രേം നസീറോ അടൂർ ഭാസിയോ മതി. പോരാ, ഇവിടെ വലിയ ആൾക്കാർ തന്നെ പറയണം. ഇവിടത്തെ വലിയ ആൾ സേഠ്ജി തന്നെയാണ്. ഞാനൊരു ചെറിയ ജനസേവകൻ. സേവകനല്ല, സേവകൻ. അല്ല, സേവകൻ. സേഠ്ജി ഞങ്ങൾക്ക് എത്ര രൂപ തരാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എത്ര രൂപ വേണം പറയൂ. 1 രൂപ, 10 രൂപ, 51 രൂപ, 100 രൂപ. 100 രൂപയോ? 501 രൂപ തരും. ആഘോഷം കേമമാക്കണം. ഞാനും വരും, എനക്കും ഒന്ന് പ്രസംഗിക്കണം. നമസ്തേസ്തു മഹാമായി ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. കുത്തിയേറ്റൻ ഇത്തവണ തെക്കുന്നോ വടക്കുന്നോ? വടക്ക് എത്രയെത്ര ക്ഷേത്രങ്ങളാണ്, ഭക്തന്മാരുടെ ഒരേ തിരക്ക. ഈ ഭക്തി ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഇതൊരു തരം ഭ്രാന്താണ്. ഈ ഭക്തി കുട്ടിക്കൃഷ്ണന്റെ ആത്മസാക്ഷാത്കാരത്തിനാണെങ്കിൽ ഞങ്ങളുടെ സമാധാനത്തിന് ഈ രോഗം മാറ്റിയേ പറ്റൂ. അച്ഛാ, നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. ഇന്ന് തന്നെ കാണിക്കണം. എന്നെ പരീക്ഷിക്കുകയാണോ? അല്ല, ഈ നിൽക്കുന്നത് കണ്ടോ? ഈ പരീക്ഷണ വസ്തുവിന് വേണ്ടി ബലമായി തന്നെ കൊണ്ടുപോകും. അച്ഛാ, നമുക്ക് മുൻഷിദാരെയും വിളിക്കാം. ചന്ദ്ര, ഇനി എന്നാ ഇങ്ങോട്ട്? ദേവൻ, ചോറ്റാനിക്കര ഭഗവതി, കൊടുങ്ങല്ലൂർ അമ്മ, അങ്ങനെ പോകും ഭാരതി എന്റെ തീർത്ഥാടനം, ദേശാടനം. ശിവ ശിവ ശിവ. ഏയ് മിസ്റ്റർ ചന്ദ്രൻ, ഞാൻ നിങ്ങൾക്കൊരു ജോലി തന്നു. നിങ്ങൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാനൊരു ജനസേവകനാണ്, വലിയൊരു ജനസേവകൻ. സേഠ്ജി പറയുന്നത് അറിയില്ലാത്തപ്പോൾ അറിവുണ്ടാക്കി കൊടുക്കുന്നു. പഞ്ചകസാര ഇല്ലാത്തപ്പോൾ പഞ്ചകസാര, മണ്ണെണ്ണ ഇല്ലാത്തപ്പോൾ മണ്ണെണ്ണ. മനസ്സിലാവുന്നുണ്ടല്ലോ?
ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ജനസേവകനാണ് ഞാൻ. ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മനസ്സിലാക്കണം. എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. അരിക്ക് മുമ്പ് സമരങ്ങൾ ഉണ്ടാകണം. അരിക്കും സാധനങ്ങൾക്കും ക്ഷാമം വരണം. ജനങ്ങളെ കഷ്ടപ്പെടുത്തണം. മിസ്റ്റർ ചന്ദ്രൻ ഒരു കാര്യം ചെയ്യൂ. ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ഒരു സ്ട്രൈക്ക് സംഘടിപ്പിക്കണം. മിസ്റ്റർ ചന്ദ്രൻ അതിന്റെ നേതാവായിക്കോളൂ. എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. സ്ട്രൈക്ക് വന്നാൽ ചരക്ക് വെളിയിൽ പോകില്ല. അപ്പോ നമ്മുടെ ചരക്കുണ്ടല്ലോ ഇരട്ടി വിലക്ക് വിൽക്കാം. മനസ്സിലായോ? മിസ്റ്റർ ചന്ദ്രൻ എത്ര പണം വേണം? പാവം പൂവർ ബോയ്. എനിക്ക് കഴിഞ്ഞില്ല അച്ഛാ. ഞാൻ പറഞ്ഞതല്ലേ. സ്റ്റേഷൻ വരെ ഒന്ന് വരണമല്ലോ. ഓ വരാമല്ലോ. നമ്മൾ തമ്മിലുള്ള കാറിൽ വരാം. സ്റ്റേറ്റ് ഞങ്ങളുടെ മാന്യാധിയാണ്. സർക്കാർ വണ്ടിയിൽ കയറണം. ആനാഹം ആനാഹം ആനാഹം. ആനാഹത്തിൽ കിടന്നു വീർപ്പ് മുട്ടുന്ന അനിരുദ്ധനെ പോലെ. ചന്ദ്രേട്ടാ, ശാന്ത എന്താ ചോദിച്ചത്? ആനാഹം എന്ന് പറഞ്ഞാൽ എന്താ? വാചകം മുഴുവനും വായിക്ക്. ആനാഹത്തിൽ കിടന്നു വീർപ്പ് മുട്ടുന്ന അനിരുദ്ധനെ പോലെ. ആനാഹം. അയ്യേ, മാഷായിട്ടും കിട്ടില്ലേ? വെറുതെ അല്ലേ ജോലി കിട്ടാത്തെ. അയ്യോ, ഇതെന്താ? അയ്യോ വിടൂന്നേ, കളിക്കില്ലേ? എക്സാം അടുത്തു. അർത്ഥമറിയണ്ടേ? ഇങ്ങനെയാണ് അർത്ഥം പറയാ? ഇതാണ് അർത്ഥം. ബന്ധനം, തടവറ. ചന്ദ്ര, നിനക്കൊരു കത്തുണ്ട്. ഒരു സർക്കാർ കവർ. എനിക്ക് ജോലി കിട്ടി. മിനിക്കോ ഐലൻഡിൽ. വളരെ സന്തോഷം. നന്നായി വരണം കേട്ടോ. മിനിസ്റ്റർ, എനിക്ക് ജോലി കിട്ടി. പോയി വരുമ്പോൾ നമ്മുടെ ലോകം നമ്മളാണ് സൃഷ്ടിക്കുന്നത്. മറക്കണ്ട. ബെസ്റ്റ് ഓഫ് ലക്ക്. കാശ് എത്ര കൂടുതൽ കിട്ടിയാലും കപ്പൽ കയറി കടൽ താണ്ടി പോണ്ടേ? ഒരു രാത്രി യാത്ര വലിയ കാര്യമല്ല. അച്ഛന് വയ്യ. ചന്ദ്രൻ കണ്ണെത്താത്ത ദൂരത്തും. ചേച്ചിക്ക് സമാധാനം കിട്ടുമോ? കുട്ടിയേട്ടനുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ല. എനിക്ക് കുറെ പ്രതീക്ഷകളുണ്ട്. നീ പറയുന്നതൊക്കെ ശരിയാകും. ഞാൻ പോകാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ചും അധ്യാപകർ. നാളത്തെ തലമുറയെ സൃഷ്ടിക്കുന്ന അവരാണ്. അറിയാം. സംസ്കാര സമ്പന്നരായ മനുഷ്യരാണ് ദ്വീപിലുള്ളവർ. മുൻഷി സാറ് പറഞ്ഞു, സാറിന്റെ ഒരു ശിഷ്യനുണ്ടത്ര അവിടെ, ശ്രീധരൻ മാസ്റ്റർ. ഓഹോ. മനുഷ്യന് എല്ലാ നാടും ഒരുപോലെയാണ്. അച്ഛൻ ജയിച്ചിടത്ത് എന്റെ മകൻ തോൽക്കരുത്. പോവാൻ കഴിയുള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ചന്ദ്രേട്ടന് വേഗം ജോലി കിട്ടണേന്ന്. പക്ഷേ കിട്ടിയത് എത്ര അകലെ. ഒരു ജോലി എന്ന് പറഞ്ഞാല് അകലം ഒരു പ്രശ്നമേ അല്ല. ഒരു അധ്യാപകന് ഇവിടത്തെക്കാളും 40% ശമ്പളം കൂടുതലുണ്ട് ദ്വീപില്.
എന്നാലും വിചാരിക്കുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ. സങ്കടപ്പെടാതിരിക്കുക. ഞാൻ ഓർത്തോർത്തിരിക്കും. എത്ര അകലെയായാലും ഈ ചന്ദ്രേട്ടൻ നിന്റെയാണ്. ഓർമ്മയുണ്ടായിരുന്നാൽ മതി. ആ എന്നാ ചന്ദ്രൻ പോയി വരും. അച്ഛന്റെ ആരോഗ്യം സാരമാക്കണ്ട, ധൈര്യമായി പോകും. ദ്വീപിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. ഒരു ശ്രീധരൻ അധ്യാപകനാണ്. നീ വരുന്ന വിവരം ഞാൻ അയാളെ അറിയിച്ചിട്ടുണ്ട്. മാഷി. ഇതാണ് ശ്രീധരൻ മാസ്റ്ററുടെ ക്വാർട്ടേഴ്സ്. പേര് ജോസ്. ജോലി ആമീൻ കച്ചേരി. ചന്ദ്രനല്ലേ? അതെ. വരൂ വരൂ, ഞാനാണ് ശ്രീധരൻ. മുൻഷി സാറിന്റെ ടെലഗ്രാം ഉണ്ടായിരുന്നു. ചന്ദ്രൻ വരുന്ന വിവരം ശ്രീധരൻ മാഷും ഞങ്ങളും ഇന്നലെ കിടക്കുമ്പോൾ കൂടി പറഞ്ഞതാണ്. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. ആ കപ്പലിൽ ആദ്യമായിട്ടാണ്. ഉള്ള സ്ഥലത്ത് നമുക്ക് സൗകര്യമായിട്ട് കഴിയാം. എന്താ വലിയ വീടോ ലാഡ്ജുകളോ ഒന്നും തന്നെ വാടകയ്ക്ക് കിട്ടില്ല. എത്ര കാശ് കൊടുക്കാമെന്ന് വെച്ചാലും ഒരു ജോലിക്ക് ഒരാളെ കിട്ടില്ല. എല്ലാം സ്വയം ചെയ്യണം. ചന്ദ്രന് ഇവരെയൊന്നും പരിചയമില്ല. ഇല്ല. മിസ്റ്റർ മുകുന്ദൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് മിസ്റ്റർ ഖാൻ, PWD. ഞാൻ ദാസ്, പോസ്റ്റ് ഓഫീസിലാണ്. വിവാഹം കഴിച്ച ഒരു ബാച്ചിലറാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആദ്യത്തെ പ്രസവത്തിൽ തന്നെ തള്ളയും കുട്ടിയും ക്ലോസ്. ഏതായാലും ചന്ദ്രൻ ഇന്ന് വിശ്രമിക്കും. നാളെ ജോയിൻ ചെയ്യാം. ചന്ദ്രൻ വന്ന വിവരം ഞാൻ ഹെഡ്മാസ്റ്റർ അറിയിക്കാം. എന്താ? മിസ്റ്റർ ചന്ദ്രൻ, കയ്യിൽ സിഗരറ്റ് ബീഡി എന്തെങ്കിലും? ഞാൻ ഉപയോഗിക്കില്ല. ഇന്ന് ദ്വീപുകളിൽ മഴ പെയ്യാനിടയുണ്ട്. ഓ, മഴ. ആ പെയ്യും.